ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ്. ഇന്നത്തെ വീഡിയോയിലെ എനിക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷങ്ങളും പിന്നെ നമ്മൾ ഇപ്പം മഴക്കാലമാണ് അല്ലേ, അപ്പോൾ നമ്മൾ പറമ്പിൽ ചീരവിത്തൊക്കെ നടുമ്പോഴേ അതിങ്ങനെ കറുത്ത് പോവുക, പിന്നെ കോഴികളൊക്കെ ഉള്ള കാരണം അവരൊക്കെ ചിക്കി മാന്തി കളയുക. അത് കാരണം ചീരവിത്ത് നമ്മൾ പാവുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതിനൊരു എളുപ്പപ്പണി ഇവിടെ ചോദിച്ചേട്ടൻ പറഞ്ഞു തന്നതാണ്. നീ ചാക്കിൽ മണ്ണും വളമൊക്കെ നിറച്ചിട്ട് അതിൽ നട്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ തന്നെ ചാക്കൊക്കെ ഇട്ട് അതിൽ മണ്ണും നമ്മൾ കോഴിക്കാഷ്ടമാണ് കേട്ടോ, അതിൽ മണ്ണും കോഴിക്കാഷ്ടം കുമ്മായൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു മണ്ണാണ് കേട്ടോ. അപ്പോൾ കുമ്മായ നമ്മൾ ആദ്യം ഇട്ട് വെച്ചു, മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മണ്ണും കോഴിക്കാഷ്ടമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചീരവിത്ത് നട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ചീരവിത്ത് നട്ടപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ ചീരവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾ പെട്ടെന്ന് വന്ന് കൊണ്ടുപോകും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തീറ്റയാൻ തോന്നുന്നുണ്ട് ചീരയുടെ വിത്ത്. അപ്പോൾ അത് ഉറുമ്പുകൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾ പൊടിയിൽ ഈ ചീരവിത്ത് നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണൊക്കെ ഒരുക്കിയിട്ട് പിന്നെ അതിൽ നട്ടു കൊടുക്കുക ചെയ്തത് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ 3-ാം ദിവസം ഇത് മുളച്ച് പൊങ്ങി വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചീരവിത്തിൻ്റെ നടൽ കർമ്മം നടത്തിയത്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്ളോഗ് പോണേ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും കൂട്ടുകാർ മറക്കില്ല എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടവർ മാത്രം കേട്ടോ. അപ്പോൾ നമ്മളൊരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമുക്ക് വൈറ്റ് അനലിറ്റിക്സ് നോക്കി അറിയാം, കുറേ പേര് നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ വാട്സപ്പ് വഴിയും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മൾ ചീരവിത്ത് മുളച്ച് പൊങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ തന്നെ മാറ്റി നടാറുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ രാവിലെ കുറേ ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ ഒരുക്കി ജോജേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നടാൻ ഉള്ളൊരു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ അതിൻ്റെ അടപ്പിൽ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുപ്പി കൊണ്ടാണ് കേട്ടോ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടെറസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കുട്ടി കൃഷി ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഡ്രസ്സ് അടിച്ച കാരണം വെയിൽ കിട്ടില്ല, സൂര്യപ്രകാശം ഏതൊരു ചെടിക്കും കുറച്ചെങ്കിലും കിട്ടിയാൽ മാത്രം നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് കുറച്ച് തക്കാളി തൈകളാട്ടോ. തക്കാളി എനിക്ക് അങ്ങനെ വിജയിക്കാറില്ല. കുറച്ച് നാളുകൾ വർഷങ്ങൾക്ക് മുൻപ് കൃഷി ചെയ്തപ്പോൾ കുറച്ച് ഉണ്ടാക്കി കിട്ടിയതല്ലാണ്ട് പിന്നെ തക്കാളി ഇതുവരെ കഴിഞ്ഞ വർഷം ഞാൻ നട്ടായിരുന്നു, അതിലും കായൊന്നും പിടിച്ചില്ല, തക്കാളിയൊന്നും പിടിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ നമുക്ക് കുറച്ച് ചീര വിളവെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റിലേക്ക് ചീരയും പരിപ്പും ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വെക്കണത് ഇവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സൈഡിനോട് ചേർന്നിട്ടാണ് നമുക്കിങ്ങനെ ഗ്രോ ബാഗുകൾ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ അവർക്ക് സൺലൈറ്റ് കിട്ടും. ചീരക്കൊക്കെ ഈ ഒരു സൂര്യപ്രകാശം മതി കേട്ടോ. നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ഇപ്പോൾ ഇത് എത്രാമത്തെ വട്ടാലേ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വിളവെടുപ്പ് നടത്തുന്നത്. ഭയങ്കര ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പം എൻ്റെ കസിൻസൊക്കെ ഇങ്ങനെ ചീര വളർത്തുന്നവരൊക്കെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചീര നീ പറഞ്ഞത് ശരിയാട്ടാ, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നല്ല സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട്. മറ്റൊരാൾ അതുപോലെ ചീരയൊക്കെ നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാട്ടാ. അപ്പോൾ ഈ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യണവർക്കായിരിക്കും അത് കൂടുതൽ മനസ്സിലാവുക. അല്ലാത്തവർക്കൊന്നും ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കൊന്നും ഇതിൻ്റെ ആ ഒരു സന്തോഷം തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി കൃഷിയിൽ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കോഴി വളർത്തലൊക്കെ ഉള്ള കാരണം നമ്മൾ കൂടുകളിൽ ഇങ്ങനെ അറക്കപ്പൊടി ഇട്ടിട്ടാണ് ഇവരെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ വേസ്റ്റും കൂടി ആകുമ്പോൾ അത് നല്ല പൊടിയായിട്ടുള്ള വളമായി തീരും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വിരിച്ചത് ഒരു 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഈ അറക്കപ്പൊടി മാറ്റുള്ളൂ കൂട്ടിൽ നിന്ന്. എന്നിട്ട് പിന്നെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള അറക്കപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ടുള്ളൊരു വളമായിട്ട് നമുക്കിത് കിട്ടണം കേട്ടോ.
അപ്പോൾ ഞാൻ വ്ളോഗിലൊക്കെ പറയാറുണ്ട്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പുറത്ത് ഇപ്പോഴും നല്ല മഴയാണ്. മഴയാണെങ്കിൽ ചില ദിവസം മഴ തന്നെയാണല്ലേ. അപ്പോൾ നീ നമ്മുടെ കോഴികൾക്ക് മുരിങ്ങയില രാവിലെ കെട്ടിക്കൊടുത്തായിരുന്നു. അതവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഒരു വീഡിയോ കോഴി വളർത്തലിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്ക് ഫിഷിൻ്റെ വേസ്റ്റാണ് കേട്ടോ, മീൻ നന്നാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റാണ് വെച്ച് കൊടുത്തത്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാൽസ്യത്തിൻ്റെ അഭാവമൊന്നും അവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടി കൃഷിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പഴുത്ത ചക്കയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല വലിയ ചുളയാണ് കേട്ടോ അതിൻ്റെ, നല്ല ടേസ്റ്റുള്ള ചക്ക. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്ലാവുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ ഒരു ചക്ക നമുക്ക് ഇല്ല കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ജോസിച്ചേൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അവർ കൊണ്ടു തന്നതാണ് ചക്ക. അപ്പോൾ ഒരു പച്ചച്ചക്കയും ഒരു പഴുത്ത ചക്കയുടെ ഒരു പീസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ മുളച്ചിരിക്കുന്നത്, ചെറിയ പ്ലാവിലേക്ക് വന്നു തുടങ്ങിയിട്ടാ ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ വിചാരിച്ചതൊന്ന് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ടെറസിൽ തന്നെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. പറമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ കോഴികൾ ചിക്കി മാന്തി എല്ലാം കളയും. പിന്നെ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ടെറസിലാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ മുളപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ചക്കയൊക്കെ പറിച്ച് കഴിഞ്ഞു, തിന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ആ സീഡും കൊണ്ട് ഞാൻ ടെറസിലേക്ക് പോയിട്ടാ. അത് അവിടെ ചോദിച്ചേട്ടൻ മണ്ണൊക്കെ ഒരുക്കിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ നടാൻ വേഗം ചെന്ന് നട്ട് പോരാം. അപ്പോൾ ഇപ്പം മഴക്കാലമായ കാരണം തന്നെ അത് വേഗം വലുതായി വരുമ്പോൾ നമുക്ക് പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാമല്ലോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിൽക്കണ പ്ലാവുകളും മാവുകളൊക്കെ നമ്മുടെ കാരണവന്മാരാ എന്തെന്നാ ഇതിന് പറയുക, കാരണന്മാർ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അങ്ങനെ പറയാം. നമ്മുടെ അടുക്കള ഭാഷയൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരൊക്കെ നട്ട് വെച്ചാണതല്ലേ നമ്മൾ വരും തലമുറ നമുക്കായിട്ട് കരുതി വെച്ചാണതല്ല അത്. അപ്പോൾ ഇനി വരണ തലമുറയ്ക്ക് നമ്മളായിട്ട് ഇങ്ങനെ നല്ല നല്ല പ്ലാന്റ്സും ഒക്കെ കരുതി വയ്ക്കാമല്ലേ, ഫ്രൂട്ട്സ് ആയാലും. അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മൾ ഇത്ര നാൾ നമ്മുടെ ജീവിതം ചെറുതല്ലേ, നമ്മളൊരു ദിവസം കൊഴിഞ്ഞു പോകുന്ന ആലോചിക്കുമ്പോൾ അയ്യോ. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റണത് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ എന്തിട്ടൊക്കെ പറഞ്ഞ് എവിടേക്കൊക്കെ എത്തിയിട്ടേ. അപ്പോൾ അത് ഈ പ്ലാവിലേക്ക് അതിൽ കാണാനുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് നമുക്ക് ടെറസിലേക്ക് പോവാം. എന്തെല്ലാം ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിലും ചക്ക ഉണ്ടെങ്കിൽ ചക്കയോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതും പച്ച ചക്കയും പുളി പിടിച്ച ചക്കയും. പഴുത്ത ചക്കയോട് അത്ര വലിയ പ്രിയമില്ല. ഈ പുളി പിടിച്ച ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചപ്പ് കാണുന്ന ഒരു സംഭവം കയ്യിൽ കിട്ടിയാൽ അതൊന്ന് നട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കിളിർത്ത് വരണ കാണാനും അങ്ങനെ വെറുതെ കളയാൻ തോന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് കാരണം നമ്മൾ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിട്ട്. അപ്പം ഇനി ഒരു പ്ലാവ്, ഈ പ്ലാവിലെ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ഈ ഒരു ഇത് നട്ടു കൊടുത്തതാണ് കേട്ടോ. അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നൊരു കാത്ത് വയ്പ്പ് എന്നൊക്കെ പറയാം. അപ്പം അതിന് നട്ടു കൊടുത്തൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വിളവെടുപ്പും കൂടി കാണാം കേട്ടോ. വെള്ളക്കാന്താരി കുറച്ചുണ്ട്. അപ്പോൾ നമ്മളിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇതിങ്ങനെ വെട്ടിയിട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലത്തെ ഫുള്ളായിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കാൻ പോവാം. ഈ ചെടിയിലത്തെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മൾ മുളക് പാകമായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ നല്ലത്. മുളക് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ വീണ്ടും ഫ്ലവറിങ് ഒക്കെ നടന്ന് അതിൽ മുളകൊക്കെ പിടിക്കാനും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ നിറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പൊട്ടിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറം സൈഡിലുണ്ട് നമുക്ക് കുറച്ച് കാന്താരി മുളകൊക്കെ. അപ്പോൾ അതിനി പൊട്ടിച്ചെടുക്കാൻ നേരമില്ല. ചാമിക്കുട്ടി ഉറങ്ങുക. അപ്പോൾ എണീക്കണേൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരെ, എൻ്റെ റെഡ് ലേഡി പപ്പ വീണു കേട്ടോ. നല്ല മഴ പെയ്തപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് വെള്ളം ചെന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എൻ്റെ അശ്രദ്ധ മൂലം മുട്ടിട്ട റെഡ് ലേഡി തകർന്നു പോയി.
ഞാനും തകർന്നു പോയിട്ട് അത് കണ്ടപ്പോൾ. അപ്പോൾ നമുക്കിത് പാവയ്ക്ക ചെടി ഒരു വർഷത്തിന് മേലെയായിട്ട് അങ്ങനെ നിൽക്കണു. അത് കാരണം ചെറിയ ചെറിയ പാവയ്ക്കകളാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ എണ്ണം ടെറസിലേക്കാണ് കേട്ടോ ഇങ്ങനെ കയറ്റി വിട്ടാണത്. അപ്പോൾ അവിടെ നിന്നും കുറച്ചൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് താഴെയുള്ളതൊക്കെ വേഗം വേഗം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ റെഡ് ലേഡിയൊക്കെ നടുമ്പോൾ ഇപ്പോൾ മഴക്കാലമല്ല, ഒരുപാട് പേര് വാങ്ങിച്ച് വെക്കുന്നുണ്ടാവില്ല. 30 രൂപയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നഴ്സറികളിൽ തൈക്ക് വരണത്. നമ്മുടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചോട്ടിൽ വെള്ളം അങ്ങനെ നിൽക്കാതെ ശ്രദ്ധിച്ചോളട്ടെ. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ. ഒരു തൈ വാങ്ങിച്ച് സന്തോഷത്തോടെ അത് നട്ട് വളർത്തുന്ന ആൾക്ക് അറിയാം അതിൻ്റെ വിഷമം. നമ്മുടെ അശ്രദ്ധ മൂലം അങ്ങനെ പലതും സംഭവിക്കും. അപ്പോൾ അത് ഈ പാവയ്ക്ക് ഫുള്ളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ മുളകിൻ്റെ സൈസൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ട് വലിപ്പം കണ്ട ഇത്രയായി തുടങ്ങി. അപ്പോൾ ഇതിനൊരു കെയറിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കും. വള്ളിപ്പയറല്ലേ, അത് 2 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂട് കാലത്ത് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് പാകമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി മഴക്കാലമായതുകൊണ്ട് ഇനി പയറൊക്കെ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.